ധരാലിയിലെ ഉരുൾപൊട്ടൽ മേഖലയുടെ സാറ്റലൈറ്റ് ദൃശ്യം ISRO പുറത്തുവിട്ടു. ഒരു ഗ്രാമത്തെ ചെളിയും മണ്ണും ഒക്കെ വിഴുങ്ങിയിരിക്കുകയാണ്. ദുരന്തമുണ്ടായി 4ാമത്തെ ദിവസം റോഡ് മാർഗമുള്ള സഹായം ധരാലിയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് BRO പ്രതീക്ഷിക്കുന്നത്. അർജുൻ പീതാംബരനുണ്ട് വിശദവിവരങ്ങളുമായി. അർജുൻ, ഇന്ന് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുകൂല കാലാവസ്ഥയാണോ അവിടെ ഉള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ ഏതെങ്കിലും മേഖലയിൽ നടത്തുന്നുണ്ടോ? കാരണം റോഡ് മാർഗമുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ് എന്നത് അറിയാം. മോത്തി, അനുകൂല കാലാവസ്ഥ തന്നെയാണ്. തെളിഞ്ഞ ആകാശമാണ് ഇന്നുമുള്ളത്. തുടർച്ചയായിട്ടുള്ള 2ാം ദിവസവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികളും പാലത്തിൻ്റെ ആ ബെയിലി പാലം നിർമ്മാണം എല്ലാം തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുമുണ്ട്. BRO ഇന്ന് ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ അത് ഇന്ന് തന്നെ പൂർത്തിയാക്കണമെന്നുള്ള ദൗത്യം കൂടിയാണ് അവരുടെ മുന്നിലുള്ളത്. എന്നാലേ അടുത്ത ദിവസങ്ങളിലെങ്കിലും ഈ ധരാലി എന്ന് പറയുന്ന മേഖലയിലേക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ മേഖലയിലേക്ക് റോഡ് മാർഗമുള്ള സഹായം എത്താൻ സാധിക്കുള്ളൂ. ഈ ബെയിലി പാലം ഗംഗ്യാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നും മുന്നോട്ട് 8 കിലോമീറ്റർ മാറിയാൽ വീണ്ടും റോഡ് പലയിടത്തും തകർന്നു കിടക്കുന്നുണ്ട്. ഹർഷിലേക്ക് എത്താൻ തന്നെ വലിയ പാടാണ്. അതെല്ലാം നന്നാക്കി എടുക്കേണ്ടത് എന്തായാലും BROയുടെ ചുമതലയാണ്, അവരുടെ ദൗത്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അത്തരത്തിൽ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് രക്ഷാദൗത്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ തിരച്ചിൽ നടക്കുന്നത്, പരിശോധന നടക്കുന്നത് ഈ ദർശിൽ, അതായത് ദുരന്ത മേഖല കേന്ദ്രീകരിച്ചാണ്. ഹർഷിൽ നിന്നും മുന്നോട്ട് ധാരാലിയിലും ഹർഷിലുമായിട്ടും നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം മണ്ണ് മൂടിയ സ്ഥലങ്ങളാണ്. അവിടെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഏറ്റവും പ്രധാനമായി പരിശോധന നടക്കുന്നത്, അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്നിഫർ ഡോഗുകളെയും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളെ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നലെ 6 പേരുടെ മൃതദേഹം ആകെ കിട്ടിയിട്ടുണ്ട്. ആ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരിക്കുന്നു. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം അത് മാത്രമാണ് ഇപ്പോൾ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗംഗോത്രിയിൽ നിന്നും 274 പേരെ ഹർഷിലെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. ഹർഷിലെ ക്യാമ്പിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗ ഇവരെ ഡെറാഡൂണിലേക്കോ അതല്ലെങ്കിൽ ഉത്തരകാശി ടൗണിലേക്കോ എത്തിച്ച് അവിടെ നിന്നും മറ്റ് ബസ്സുകളിലാണ് വീടുകളിലേക്ക് ഇവരെ പറഞ്ഞയക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗുജറാത്ത് സ്വദേശികളാണ്, 130-ലധികം ഉണ്ട്. രണ്ടാമത് മഹാരാഷ്ട്രയിൽ 120-ലധികം ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഒറ്റപ്പെട്ട് കിടക്കുന്നവരാണ്. ഇവരെ എല്ലാവരും മടക്കി കൊണ്ടുവരുന്ന ദൗത്യമാണ്. 4ാം ദിവസമായിട്ടും റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളത് വലിയ പരാജയം തന്നെയാണ് ഇപ്പോൾ. പക്ഷേ അത്തരത്തിലുള്ള വെല്ലുവിളികളെ മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ BROയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ നേരിട്ട്. ഈ മണ്ണും ചെളിയുമൊക്കെ ഒലിച്ചെത്തിയ പ്രദേശത്ത് ഭൗതിക ശരീരങ്ങൾ ചെളി മൂടിക്കിടക്കുന്നത് എടുക്കാനുള്ള ഒരു ശ്രമം അത് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ മരണസംഖ്യ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടോ അർജുൻ? ഇപ്പോൾ മോത്തി, ഏറ്റവും വിഷമമുള്ള കാര്യം ഭൗതിക ശരീരങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പോഴും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പരിശോധനയിൽ കാര്യമായിട്ടൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ 100ഓളം പേരെ കാണാതായിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണെന്ന് കൃത്യമായിട്ടുള്ള വിവരം ആർക്കും ലഭിച്ചിട്ടില്ല. ഡ്രോണുകളൊക്കെ കൊണ്ടുള്ള പരിശോധന മാത്രമാണ്. കാരണം വലിയ ഉപകരണങ്ങളൊന്നും തന്നെ ഈ ധരാലിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അത്തരം റോഡുകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഈ റോഡൊക്കെ പുനർനിർമ്മിക്കണം. ഇനി ഒരു പക്ഷേ ആഴ്ചകൾ നീണ്ടു നിൽക്കും. എല്ലാ ഭൗതിക ശരീരവും അവിടെ നിന്നും പുറത്തെടുക്കുന്ന ഒരു ദൗത്യം അത് മുഴുവനാക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ, 100-ലധികം ആളുകൾ, ഈ വീടുകൾ 25-ലധികം വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളുമാണ് മുഴുവനായിട്ടും മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അകത്ത് നിന്നും എത്ര ആളുകൾ ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ വലിയ അവ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ നിന്നും നൽകാൻ കഴിയുന്നതെന്ന ഏറ്റവും ഖേദകരമായ കാര്യമാണ്. ഇത്രത്തോളം നമ്മൾ അതിനടുത്ത് പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമം നടത്തുമ്പോഴും അവിടെ നിന്ന് നമുക്ക് ഈ അവ്യക്തതയാണ് കിട്ടുന്നത് എന്നതാണ്. അതിന് നമുക്ക് ഒരു അധികൃതരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. ഭൂപ്രകൃതി ഏതാണ്? നിലവിൽ ഈ ചെളിയും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്ന പ്രദേശത്തേക്ക് കടക്കാൻ കൃത്യമായ റോഡുകളില്ല എന്നത് പ്രധാന പ്രശ്നം. അതിൻ്റെ ഭാഗമായാണ് ബെയിലി പാലം BRO നിർമ്മിക്കുന്നത്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ഭാഗമായി.